ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന കൊറോണയുടെ ആ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നാം വീട്ടിലിരുന്നത് എങ്ങനെയാണോ അതിന് സമാനമായ ഒരു രീതിയിലേക്ക് ലോകം മുൻപോട്ട് പോവുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. നിലവിൽ ജപ്പാനും ദക്ഷിണ കൊറിയയും ഓസ്ട്രേലിയയും അടക്കമുള്ളവർ ഇന്ധന ലോക്ക്ഡൌണിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മുൻപ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ലോക്ക്ഡൌണിലേക്ക് നീങ്ങിയിരുന്നു. അതിന് സമാനമായി കൂടുതൽ രാജ്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോകമെമ്പാടും 20,000 വിമാന സർവീസുകൾ നിർത്തിവെച്ചു. എയർ ഇന്ത്യ 2,500 വിമാന സർവീസുകളാണ് നിർത്തിവെച്ചിരിക്കുന്നത്. ഇനി മുതൽ ഈ ജപ്പാനിലും ദക്ഷിണ കൊറിയയിലുമൊക്കെ ആദ്യ നടപടി എന്ന നിലയിൽ ഒറ്റ ഇരട്ടക്ക നമ്പർ ഇപ്പോൾ നടപ്പാക്കി തുടങ്ങി. അതായത് ഒരു ദിവസം ഒറ്റ നമ്പറുള്ള വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കുക, ആ വാഹനങ്ങൾ മാത്രം സഞ്ചരിക്കുക. അടുത്ത ദിവസം ഇരട്ട നമ്പറുള്ള വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ അനുമതി നൽകുക. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദില്ലിയിൽ അന്തരീക്ഷ മലിനീകരണം ശക്തമായപ്പോൾ ഇത്തരമൊരു നടപടി അന്നത്തെ ഡൽഹി സർക്കാർ എടുത്തിരുന്നു. അതിന് സമാനമായി തന്നെയുള്ള ഒരു നിലയാണ് ഇപ്പോൾ. ക്രൂഡ് ഓയിലിന് ഡോളർ 116 കടക്കുന്നു. ലോകമെമ്പാടും ഇന്ധനം കിട്ടാത്ത അവസ്ഥ. യുദ്ധം 23 ദിവസം കഴിയുമ്പോഴേക്കും ലോകത്തിന്റെ അവസ്ഥ ഇതാണ്. ഇതിനിടയിൽ ആണവോർജ ഏജൻസി എണ്ണ ആഘാതത്തിൽ നിന്നും കരകയറുന്നതിന് വേണ്ടി 10 ഇന പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: വാഹനങ്ങൾക്ക് ഒറ്റ ഇരട്ട നമ്പർ നടപടി കർശനമാക്കുക, ഒപ്പം തന്നെ വാഹനങ്ങളുടെ വേഗ പരിധി നിശ്ചയിക്കുക, വിമാന സർവീസ് ഒഴിവാക്കിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഒക്കെ വർക്ക് ഫ്രം ഹോം ആക്കുക, വീട്ടിലിരുന്ന് ജോലി എടുക്കത്തക്ക രീതിയിലേക്ക് മാറ്റുക. കാരണം ഈ ജോലിക്കും മറ്റും പോകുന്നവരുടെ ഒരു വാഹന തിരക്ക് ഒഴിവാക്കുന്നതിനായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിമാനങ്ങളിലും മറ്റും സഞ്ചരിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുക്കിങ്ങും മറ്റു കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോവുക. കൊറോണയ്ക്ക് സമാനമായ രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇപ്പോൾ ലോകം മാറുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇതുവരെ ലോക്ക്ഡൌണോ അതിന്റെ സൂചനകളോ വന്നിട്ടില്ല എങ്കിലും ഭാവിയിൽ ഒരുപക്ഷെ യുദ്ധം നീണ്ടുപോയാൽ അത്തരമൊന്നിലേക്ക് നീങ്ങിയേക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.